ട്രസ്റ്റ് മീ ഗൈസ്, കുറച്ച് ഫോളോവേഴ്സ് ആണെങ്കിലും നിങ്ങളെ നീശ് വിടാതെ കണ്ടിന്യൂ ചെയ്ത് നോക്ക്. ആ കുറച്ച് ഫോളോവേഴ്സ് തന്നെ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അവരുടെ നീശ് വിട്ടിട്ട് ജനറൽ ഓഡിയൻസിലേക്ക് പോകുന്നത്. ആക്ച്വലി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളെ ജനറൽ ഓഡിയൻസിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ എന്താണോ യഥാർത്ഥത്തിൽ നിങ്ങൾ ഏത് ഏരിയയിലാണോ ഫോക്കസ്ഡ്, ആ ഒരു ഏരിയ റിലേറ്റഡ് ആയിട്ട്, അതായത് നിങ്ങളുടെ നീഷിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രം നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് ഫോളോവേഴ്സ് ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബെനിഫിറ്റ് ചെയ്യും. എത്ര കാലം നിങ്ങൾക്ക് അഭിനയിച്ച് നിൽക്കാൻ പറ്റും? നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് നിങ്ങളെ ഫോളോ ചെയ്ത ആളുകൾ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ ആ ആളുകൾ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളെ ഫോളോ ചെയ്യും. അതുപോലെ നിങ്ങൾ പറയുന്ന വീഡിയോസ് കണ്ട് എൻഗേജ്മെന്റ് തരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അഭിനയിച്ചുകൊണ്ടാണ് നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടും. ആളുകൾക്ക് നമ്മളെ നോക്കിക്കാണാൻ ഒരു കാരണം വേണം. ആ ഒരു കാരണമാണ് നമ്മുടെ നീഷ് എന്ന് പറയുന്നത്. ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് പോലുള്ള ജനറൽ പ്രൊഡക്ട്സ് ആണ് നിങ്ങൾക്ക് സെല് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഷോപ്പൊക്കെയാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ഫൈൻ. ബിക്കോസ് നിങ്ങൾക്ക് ആ ഒരു ജനറൽ ഓഡിയൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു നീഷ് ഉണ്ടാവൽ നിർബന്ധമാണ്.